പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ ഡൽഹി പോലീസ് UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥി നേതാക്കളായ ഷർജിൽ ഇമാം, ഉമർ ഖാലിദ് എന്നിവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിയ സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ചിന്റെ വിധിക്കെതിരെ മറ്റ് ജഡ്ജിമാരായ ജസ്റ്റിസ് നാഗരത്നയും ഉജ്ജ്വൽ ഭുയാനും രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നു. രാജ്യദ്രോഹം, ഭീകരത, ഗൂഢാലോചന, വിദ്വേഷ പ്രസംഗം, പൗരത്വ നിയമത്തിനെതിരായ സമരം തുടങ്ങിയ വൻ കുറ്റങ്ങൾ ചുമത്തി 2020 സെപ്റ്റംബർ 13 ജയിലിലടയ്ക്കപ്പെട്ട മറ്റ് വിദ്യാർത്ഥി നേതാക്കൾക്ക് ജാമ്യം അനുവദിച്ച ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV അഞ്ചാരിയ എന്നിവരടങ്ങുന്ന ബെഞ്ച് ഇവർ രണ്ടുപേർക്കും അത് നിഷേധിച്ചു. ഇതിനെതിരെ സമർപ്പിക്കപ്പെട്ട പുനഃപരിശോധനാ ഹർജിയും പ്രോസിക്യൂഷന്റെ എതിർവാദങ്ങൾ കേട്ട കോടതി തള്ളിക്കളയുകയായിരുന്നു. ആ വിധിയെയാണ് ഇപ്പോ സുപ്രീം കോടതിയുടെ തന്നെ മറ്റൊരു ബെഞ്ച് വിമർശിച്ചിരിക്കുന്നത്. ഈ വിഷയമാണ് ഇന്ന് സ്പോട്ട്ലൈറ്റും പരിശോധിക്കുന്നത്. ഭീകരവിരുദ്ധ നിയമമായ UAPA ചുമത്തപ്പെട്ട കേസുകളിൽ പോലും ജാമ്യം സ്വാഭാവിക നീതിയാണ് എന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. ഡൽഹി കലാപക്കേസിൽ അറസ്റ്റിലായ മുൻ JNU വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവർക്ക് ജാമ്യം നിഷേധിച്ച സുപ്രീം കോടതിയുടെ തന്നെ മറ്റൊരു ബെഞ്ചിന്റെ മുൻ ഉത്തരവിനെതിരെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു കോടതി. ഇങ്ങനെ നിരീക്ഷണം നടത്തിയത് എങ്ങനെയാണ്? ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് 5 വർഷമായി വിചാരണ തടവുകാരായി കഴിയുന്ന ജമ്മു കാശ്മീർ സ്വദേശിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് സുപ്രീം കോടതി ഈ നിലപാട് വ്യക്തമാക്കിയത്. UAPA സെഷൻ 43D5 പ്രകാരം ഭീകരവാദ കേസുകളിൽ ജാമ്യം നൽകുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ ഈ നിയന്ത്രണങ്ങൾക്ക് ഭരണഘടനയുടെ അനുച്ഛേദം 21 ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള മൗലിക അവകാശത്തെ മറികടക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസുമാരായ നാഗരത്നയും ഭുയാനും വ്യക്തമാക്കി. കുറ്റം ചുമത്തിയത് UAPA പ്രകാരമാണ് എന്നതുകൊണ്ട് മാത്രം ജാമ്യം നിഷേധിക്കുന്നത് കോടതിയുടെ ഒരു സ്വാഭാവിക നടപടിയായി മാറരുത് എന്നും ബെഞ്ച് ഓർമ്മിപ്പിച്ചു. 2021 ചരിത്രപ്രധാനമായ യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് KA നജീബ് കേസ് വിധി കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ദ്രുതഗതിയിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം ലംഘിക്കപ്പെടുന്നത് UAPA കേസുകളിൽ പോലും ജാമ്യം അനുവദിക്കാനുള്ള ശക്തമായ കാരണമാണെന്ന് 3-അംഗ ബെഞ്ച് അന്ന് വിധിച്ചതാണ്. ജുഡീഷ്യൽ അച്ചടക്കം മുൻനിർത്തി ഈ നിയമം വലിയ ബെഞ്ചുകൾക്ക് മാത്രമാണോ മാറ്റാൻ കഴിയുക എന്ന ചോദ്യത്തിന് ജസ്റ്റിസ് ഭുയാനും വ്യക്തമായ മറുപടി നൽകി. കൂടുതൽ അംഗബലമുള്ള വലിയൊരു ബെഞ്ച് പ്രഖ്യാപിച്ച് നിയമം പിന്തുടരാൻ ചെറിയ ബെഞ്ചുകൾ ബാധ്യസ്ഥരാണ്. ഒരു ചെറിയ ബെഞ്ചിന്റെ വലിയ ബെഞ്ചിന്റെ വിധിന്യായത്തിലെ അടിസ്ഥാന തത്വത്തെ ദുർബലപ്പെടുത്താനോ മറികടക്കാനോ അവഗണിക്കാനോ കഴിയില്ല. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് വലിയൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയാണ് വേണ്ടതെന്നും നിരീക്ഷിച്ചു. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ 2026 ജനുവരി മാസം 5-ന് ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ തള്ളിയതാണ്. ഈ കേസിൽ കൂട്ടുപ്രതിക്കും ജാമ്യം നിഷേധിച്ചു. ഇവർക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകൾ ഉണ്ടെന്നായിരുന്നു അന്നത്തെ കോടതി നിരീക്ഷണം. എന്നാൽ കേസിലെ കൂട്ടുപ്രതികൾക്ക് കർശന വ്യവസ്ഥകളോടെയും ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. മറ്റ് പ്രതികളിൽ നിന്നും വ്യത്യസ്തമായ പങ്കാണ് ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ഗൂഢാലോചനയിലുള്ളതെന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി വടക്കുകിഴക്കൻ ഡൽഹിയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിന് പിന്നിലെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളാണ് ഉമർ ഖാലിദ് എന്നാണ് ഡൽഹി പോലീസിന്റെ ആരോപണം. കലാപവുമായി ബന്ധപ്പെട്ട് UAPA പ്രകാരം 2020 സെപ്റ്റംബർ മുതൽ ഉമർ ഖാലിദ് ജയിലിൽ തുടരുകയാണ്. ദ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1967 എന്ന നിയമമാണ് UAPA എന്ന ചുരുക്കപ്പേരിൽ പറയപ്പെടുന്നത്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും ദേശത്തിന്റെ അഖണ്ഡത നിലനിർത്തുന്നതിനുമായി ദേശീയോദ്ഗ്രന്ഥത്തിന്റെ കൗൺസിൽ നിയമിച്ച കമ്മിറ്റി 1963 നൽകിയ ശുപാർശ പ്രകാരമാണ് ഈ നിയമം അതേ വർഷം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ നിയമത്തിലൂടെ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, സമാധാനപരമായും നിരായുധരായും ഒത്തുചേരാനുള്ള അവകാശം, സംഘടിക്കാനുള്ള അവകാശം എന്നിവയ്ക്കുമേൽ ഭരണകൂടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം നൽകുന്നുണ്ട്. രണ്ടാമത്, ഭരണകൂടത്തിന് രാജ്യ സുരക്ഷയുടെ പേരിൽ ഭരണഘടനയ്ക്കും മറ്റു നിയമങ്ങൾക്കും അതീതമായ അധികാരം നൽകുന്നുമുണ്ട്. 1967 പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ഈ നിയമം അതേ വർഷം ഡിസംബർ 30 രാഷ്ട്രപതി ഒപ്പുവച്ചു. 1969, 1972, 86, 2004, 2008, 2012 ഈ വർഷങ്ങളിലൊക്കെ ഈ ബില്ലിൽ ഭേദഗതികൾ വരുത്തുകയുണ്ടായി.
2008 ഭേദഗതിക്ക് ശേഷമാണ് സാധാരണ നിയമം പോലെ UAPA വ്യാപകമായി തന്നെ ഉപയോഗിച്ചു തുടങ്ങിയത്. മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുന്നത് 2008 നവംബർ മാസം 26-ന്. അതിനു മുൻപ് രാജ്യത്തുണ്ടായിരുന്ന ടാഡ, പോട്ട എന്നീ സമാന നിയമങ്ങൾ വ്യാപകമായ എതിർപ്പിനെ തുടർന്ന് പിൻവലിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് എതിർപ്പൊന്നുമില്ലാതെ 2008 ഡിസംബർ മാസം 16-ന് പുതിയ ഭേദഗതികൾ അവതരിപ്പിക്കപ്പെടുന്നത്. UAPA പ്രകാരമുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എന്ന വസ്തുതയും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2019 മുതൽ 2023 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്താകെ 2 മുതൽ 6% വരെ പ്രതികൾ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിരുന്നുള്ളൂ. വിചാരണ തീരുമ്പോൾ 94 മുതൽ 98% പ്രതികളും കുറ്റവിമുക്തരാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും സുപ്രീം കോടതി വെളിപ്പെടുത്തുന്നുണ്ട്. UAPA നിയമം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് വർഷങ്ങൾക്കു ശേഷമോ പതിറ്റാണ്ടുകൾക്ക് ശേഷമോ തെളിവുകളില്ലെന്ന് പറഞ്ഞ് കോടതികൾ വെറുതെ വിട്ട നിരവധി സംഭവങ്ങൾ രാജ്യത്തുണ്ട്. വിചാരണ പോലും തുടങ്ങാതെ 5 വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്നവരുടെ എണ്ണം ആയിരങ്ങളാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കു പ്രകാരം ഇന്ത്യയിൽ 4 ലക്ഷത്തിലധികം തടവുകാരാണുള്ളത്. അതിൽ 76% വിചാരണ തടവുകാരാണ്. മുസ്ലിങ്ങൾ, ദളിതർ, ആദിവാസികൾ ഇവരാണ് ഇതിന്റെ അനുപാതത്തിൽ കൂടുതലും. ഭരണകൂടം ചുമത്തുന്ന ഭീകരവിരുദ്ധ നിയമങ്ങൾ പൗരന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അനിശ്ചിതമായി ഹനിക്കാൻ ഉപയോഗിക്കരുത് എന്ന ശക്തമായ സന്ദേശമാണ് പരമോന്നത കോടതി ഈ വിധിയിലൂടെ നൽകുന്നത്. എത്ര കർശനമായ നിയമമായാലും ജാമ്യമാണ് പൊതു നിയമം, ജയിൽ എന്നത് അപവാദമാണ്. ഈ ഒരു അടിസ്ഥാന നിയമ തത്വം UAPA കേസുകളിലും ബാധകമാണെന്ന് കോടതി അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അക്രമവും ഭീകരകൃത്യങ്ങളും പ്രതിരോധിക്കാനാണ് ക്രിമിനൽ നിയമങ്ങളും നീതിന്യായ സംവിധാനവും. അതേസമയം വിചാരണ ഇല്ലാതെ ദീർഘകാലം തടവിൽ കഴിയുന്ന പ്രതികൾക്ക് ആശ്വാസമേകുന്ന സുപ്രധാന വിധിന്യായമാണ് ഇത് എന്നതിൽ സംശയവുമില്ല. സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.